ഇന്നത്തേത് ഒരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ സ്പെഷ്യലായിട്ടുള്ള കേക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബർത്ത്ഡേയുടെ തലേന്ന് പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ആദ്യം കാണിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും കേക്കൊക്കെ അങ്ങനെ നമ്മൾ നോക്കാൻ പോയി. അങ്ങനെ നമ്മളൊരു മാംഗോ വെൽവെറ്റ് കേക്കൊക്കെ നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ജോയുടെ മോൻ്റെ 5th ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ മോൻ്റെ എന്താ പറയുക, നമ്മുടെ കോവിഡിൻ്റെ ഒക്കെ ടൈമിലായിരുന്നു അവൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. മെയ് 19th ആണ്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 18th ആണ്. കാരണം മെയ് 19th മൺഡേ ആണല്ലോ. അപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് നമ്മൾ സൺഡേ ഒരു ദിവസം നേരത്തെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. അത് മാത്രമല്ല വലിയ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ കുറച്ച് ഒരു ചെറിയ രീതിയിലുള്ളൊരു സെലിബ്രേഷൻ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രം കാണുമ്പോൾ ആകെ ഒരു ഇതായിട്ട് തോന്നുന്നുണ്ടാവും. രാവിലെ എണീറ്റിട്ട് തന്നെയുള്ളൂ കേട്ടോ, ഒന്നും ചെയ്തിട്ടില്ല, മുടി ചീകി വെച്ചിട്ടില്ല, ഒതുക്കിയിട്ടില്ല, ഒന്നുമില്ല. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അങ്ങനെ തന്നെ വീഡിയോ എടുക്കുകയാണ്. കാരണം വേറെ ഒന്നല്ല, മോൻ ഉറങ്ങുകയാണ്. അപ്പോൾ ആ ഉറക്കത്തിൻ്റെ അവൻ എണീക്കുന്നതിനേക്കാളും നേരത്തെ തന്നെ നമുക്ക് ചെറിയൊരു ഡെക്കറേഷനൊക്കെ ചെയ്ത് വെക്കാനാണ്. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സർപ്രൈസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എണീറ്റ് വരുമ്പോൾ തന്നെ അതൊക്കെ കാണുമ്പോൾ അവൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എണീക്കണേക്കാളും മുന്നേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എണീറ്റത്. അവരെണീക്കണേക്കാളും മുന്നേ ഈ വലിയ സെലിബ്രേഷനൊന്നും അല്ല, പക്ഷെ എന്നാലും അവർക്കത് ചെറിയ രീതിയിലാണെങ്കിലും കാണുമ്പോൾ അവരുടെ ആ ഒരു സന്തോഷം കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള പണികൾ ആദ്യം ചെയ്യണം. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ എണീറ്റത്. പിന്നെ നമ്മുടെ വീടൊന്ന് ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ കഴിഞ്ഞു. ഫുഡും കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ ചെയ്തു വെച്ചു. കാരണം ഇനി ഈ ഒരു ദിവസത്തേക്ക് കൂടിയും അത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് തിരക്കും കാര്യമല്ലോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് വയ്ക്കുക, പിന്നെ മീൻ വറുക്കണം, പിന്നെ സാലഡ് ഉണ്ടാക്കണം. അത് മാത്രമാണ് ഇന്നത്തേക്കുള്ള പണി. ബാക്കി കറികളൊക്കെ ഇന്നലെ തന്നെ റെഡിയാക്കി. പിന്നെ നമ്മളുടെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ആകുമ്പോൾ ഒന്ന് തലേദിവസമൊക്കെ ഉണ്ടാക്കുന്നതിനായിരിക്കും ടേസ്റ്റ്. കാരണം ചൂടാക്കും തോറാണല്ലോ അതിൻ്റെ ടേസ്റ്റ് കൂടി വരുന്നത്. അപ്പോൾ ഇനി അധികം സംസാരിച്ച് നേരം കളയാണ്ട് നമുക്ക് നമ്മുടെ ഡെക്കറേഷൻ പണികളും ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെപ്പോഴും നമ്മുടെ എല്ലാ സെലിബ്രേഷനും അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും നമ്മൾ ഈ ലിവിങ് റൂമിലെ ഈ ഒരു സ്പേസാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും സെലക്ട് ചെയ്യാറുള്ളത്. ഒരുപാട് വേറെ സ്ഥലങ്ങൾ ഉണ്ടായിട്ടല്ല, പക്ഷെ നമ്മൾ നമ്മുടെ ഈ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റിയ ഒരു സ്ഥലവും അതുപോലെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ആ ഒരു ലൈറ്റ് കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലമോ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മളെപ്പോഴും ഇവിടെ തന്നെ ചെയ്യാറ്. പിന്നെ ബാക്കി 2 സൈഡിലൊക്കെ ആണെങ്കിൽ നമ്മുടെ സോഫ സെറ്റും എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വേറൊരു സൈഡിലാണെങ്കിൽ ഡൈനിങ്ങിൻ്റെ ഒരു ഏരിയ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇല്ലാത്ത ആ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ എപ്പോഴും ഇവിടെയാണ്. ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ച സമയത്ത് ഒരാൾ എണീറ്റ് വന്നു. ഇതിനെത്ര നേരത്തെ എണീറ്റേ? ഒരിക്കലും എണിക്കാത്തതാണ്. അപ്പോൾ ഇന്ന് അനീതി ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ എണീറ്റ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അനിയത്തി എണീറ്റു. ഇനി മെയിനായിട്ടുള്ള നമ്മുടെ ബർത്ത്ഡേ പോയി എണീറ്റ് വരുന്നേക്കാളും മുന്നേ നമ്മളുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ആ പണി നടന്നില്ല. എന്നാലും ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ആ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ലെറ്റേഴ്സിൻ്റെ അതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വരും. ജെ എണീറ്റ് എത്ര നേരത്തെ ചെയ്യുമ്പോഴേക്കും ഇവിടെ എന്താ ഇവിടെ ജെ എന്തൊക്കെയാ സെറ്റ് ചെയ്യുമ്പോൾ എന്താ നോക്കി നോക്കിയേ. അത് നിനക്കുണ്ട് സോഫയുമ്പോൾ എന്താ നോക്ക്. ഇവിടെ ഇതെന്താ ഇത്? ജെ നോക്കട്ടെ ജേന്. ഹലോ, എന്താ ഇത്? ഇവിടെ നോക്കട്ടെ നിന്നെ നോക്കട്ടെ, കണ്ണ് മാറ്റ്. ഇതെന്താ ഇത്? ജെ കുട്ടി ജെ ഹാപ്പി. ചെറിയ സർപ്രൈസൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച പണിയൊക്കെ നടന്നില്ല. അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് തന്നെ നമ്മൾ ഡെക്കറേഷൻ്റെ ആ ഒരു ഹാറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ പണിയിലായിരുന്നു കേട്ടോ. വേറെ കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല, എല്ലാതും അതിൻ്റെ സെറ്റ് ഉണ്ട്. അപ്പോൾ ഓരോന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രീതിയിലൊന്ന് അറേഞ്ച് ചെയ്താൽ മാത്രം മതിയായിരുന്നു. മോനാണെങ്കിൽ വലിയൊരു ആനപ്രേമിയാണ്. പക്ഷെ നേരിട്ട് ആനേനെ കണ്ടു കഴിഞ്ഞാൽ പേടിയാണ്. ഇതുപോലെ കാർട്ടൂണിലൊക്കെ കാണുന്ന ആനേനെയൊക്കെ കാണാൻ നല്ല ക്യൂട്ടാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ആനേനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ എലിഫന്റ് എന്നുള്ള ഒരു തീമായിരുന്നു ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സെറ്റാക്കി. പിന്നെ കുഞ്ഞ് ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കി.
പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ബർത്ത്ഡേ ബോയ് എണീറ്റ് വന്നിട്ട് വരുമ്പോഴേക്കും ചെയ്യാമെന്ന് വിചാരിച്ച പ്ലാനൊക്കെ തെറ്റിപ്പോയി. കാരണം ആള് നേരത്തെ എണീറ്റു. ഇന്ന് ആരുടെയാ ബർത്ത്ഡേ? തക്കുതുൻ്റെ എന്താ ബർത്ത്ഡേ ഇന്ന്? ആരുടെ ബർത്ത്ഡേയാ? എലിഫന്റിന് ഇഷ്ടാണോ? അപ്പൊ മോനെ എണീറ്റ് വരുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി വെക്കാന്ന് വിചാരിച്ച പ്ലാൻ നടന്നില്ല കേട്ടോ. കാരണം ആളപ്പോഴേക്കും എണീറ്റ് വന്നു. ഞാൻ എൻ്റെ ആദ്യം അനിയത്തി എണീറ്റു, അത് കഴിഞ്ഞ് പിന്നാലെ തന്നെ ചേട്ടനും എണീറ്റ് വന്നു. അപ്പോൾ എണീക്കുമ്പോഴേക്കും ഒക്കെ റെഡിയാക്കിയിട്ട് എണീറ്റ് വരുമ്പോഴത്തെ ആ ഒരു ഇത് എടുക്കാൻ പറ്റിയില്ല. സ്കൂളിലൊക്കെ പോണ കാരണം ഇപ്പം നേരത്തെ എണീറ്റ് തുടങ്ങിയ കാരണം അത് ശീലമായ കാരണം ആള് നേരത്തെ എണീറ്റ് വന്നു. ക്ലാസ്സില്ലാത്തതൊന്നും ആൾക്ക് ഓർമ്മ അറിയില്ലല്ലോ, ചെറിയ കുട്ടികളല്ലേ. അപ്പം എണീറ്റ് വന്നു. അപ്പോൾ എന്തായാലും ഇനി കുഴപ്പമില്ല, എന്തായാലും അപ്പോൾ അവരുടെ കൂടെ ഇനി ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം. അവർ എണീറ്റ് വരുന്നതിന് അവർക്ക് സർപ്രൈസ് കൊടുക്കുന്നതിനേക്കാളും നമുക്ക് ഇനിയായിരിക്കും അവരും കൂടി ഉണ്ടെങ്കിൽ ആ ഒരു പണി ചെയ്യുമ്പോഴത്തെ ഏറ്റവും ബുദ്ധിമുട്ട്. അതുകൊണ്ടും കൂടിയാണ് നേരത്തെ എണീറ്റ് എല്ലാം റെഡിയാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ നടന്നില്ല. പിന്നെ അവരുടെ തന്നെ ഒരു ഡേ ആയതുകൊണ്ട് നല്ലോണം സഹകരിച്ചൊക്കെ നിന്നു. അത് ഒരെണ്ണം അവൾക്കുള്ളത് അവൾ എടുക്കണുള്ളൂ, കുഴപ്പമില്ല. ചേട്ടൻ അനിയത്തിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാ ഹാറ്റും സെയിം തന്നെയാണ്. പക്ഷെ അനിയത്തി പറയുന്നുണ്ട് അതിൽ ഒന്ന് ബിഗ് ആണ് സ്മോൾ ആണെന്നൊക്കെ. അങ്ങനെ അവരന്നെ അതിനൊരു തീരുമാനത്തിലൊക്കെ ഒരു ആനപ്രേമി ആയതുകൊണ്ട് തന്നെ ചെറുത് തൊട്ട് ഒരു വലിപ്പം അത്യാവശ്യമുള്ള ഒരു വലിയൊരു ആന വരെ നമ്മുടെ വീട്ടിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡെക്കറേഷന് കഷ്ടപ്പെടേണ്ടി വന്നില്ല. അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ പണികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഈ ഒരു ഇതൊക്കെ ചെയ്തതിൻ്റെ ഒരു ചെറിയ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ട് വരിക, അവരെയൊക്കെ റെഡിയാക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ആയിരുന്നു ഇനി ചെയ്യാനുണ്ടായിരുന്നത്. അതിന് മുന്നേ അവർക്ക് വാങ്ങിയിട്ടുള്ള ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ചേട്ടന് മാത്രമല്ലല്ലോ, രണ്ടാൾക്കും കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ്, ഒരു 2 സോഫ്റ്റ് ടോയ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾക്കൊരു മാരിയോ, ഒരാൾക്കൊരു മിന്നി മൗസ്, അങ്ങനെ ഈ 2 ഗിഫ്റ്റായിരുന്നു. അപ്പോൾ ചേട്ടനുള്ള ഗിഫ്റ്റ് അനിയത്തിനെ കൊണ്ടും അനിയത്തിക്കുള്ള ഗിഫ്റ്റ് ചേട്ടനെ കൊണ്ടും ഒക്കെ കൊടുപ്പിച്ചു. അന്നമോന് കൊടുക്ക്, അന്നമോന് കൊടുക്കാതെയാ. നോക്കി നോക്കി അന്നമോന്റെ ഗിഫ്റ്റ് ഇഷ്ടായോന്ന്. കിട്ടുന്നില്ലേ? ആരത്? എടുക്ക്, പുറത്തേക്ക് എടുക്ക്. വെച്ചോ, അവിടെ വെച്ചോ. ഇഷ്ടായേ ഗിഫ്റ്റ്? ഉക്കുട് നോക്കൂട്ടാ ഗിഫ്റ്റ്. ഓക്കെ. ഉക്കുടുവിനെ ഹാപ്പി ബർത്ത്ഡേ ഏട്ടാന്ന് പറഞ്ഞിട്ട് കൊടുത്തേ. കൊടുക്ക്, പിടിച്ചിട്ട് കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ. ആരാ? ഇഷ്ടായ? ഇഷ്ടായില്ലേ? പിന്നെ നമുക്ക് നമ്മുടെ കിച്ചണിലുണ്ടായിരുന്ന കുറച്ച് പണികൾ, അങ്ങനെയുള്ള വലിയ പണികളൊന്നുമില്ല. ചോറ് വയ്ക്കുക, പിന്നെ മീൻ വറുക്കുക, അങ്ങനെ ആ ഒരു ദിവസത്തേക്ക് അങ്ങനെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ പണികളൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ ടേബിള് നമ്മൾ ഡെക്കറേഷനാണ്. ഡെക്കറേഷൻ ഒന്നും പറയാൻ പറ്റില്ല, നമ്മളെന്തായാലും കേക്ക് കട്ട് ചെയ്യുന്നതായതുകൊണ്ട് അതിൻ്റെ ചുറ്റും ഒന്ന് ഒരു കുറച്ച് ഭംഗിയാക്കാമെന്ന് മാത്രം. അങ്ങനെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി വന്നു. പിന്നെ നമ്മളുടെ ഒരു യെല്ലോ ഗ്രേ തീം ആയതുകൊണ്ട് മക്കൾ രണ്ടാളും യെല്ലോ കളറിലുള്ള ഡ്രസ്സും നമ്മളാണെങ്കിൽ ഗ്രേ കളറിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടു. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് പിന്നെ അവരുടെ നല്ല മൂഡ് മാറുന്നതിനേക്കാളും മുന്നേ മോൻ്റെ ഫോട്ടോയും പിന്നെ അനിയത്തിയും ചേട്ടനൊക്കെ കൂടി നിൽക്കുന്ന ഫോട്ടോസും അങ്ങനെയുള്ള കുറച്ച് ഫോട്ടോസൊക്കെ നമ്മുടെ എല്ലാവരുടെയും കൂടെ എടുത്തൊക്കെ നമ്മൾ എല്ലാ പണികളൊക്കെ കഴിച്ചു. അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ കേക്ക് വന്നു. കേക്കിലേക്ക് വെക്കാനായിട്ട് നമ്മളൊരു കുഞ്ഞൊരു എലിഫൻറ്റ് നമ്മൾ അവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കേക്കിൻ്റെ മേലെ അതൊക്കെ വെച്ചു.
എനിക്ക് കേക്കിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ചെറിയൊരു ആഘോഷമൊക്കെ ആകുമ്പോൾ വലിയൊരു കേക്ക് വാങ്ങിക്കുന്നതിനേക്കാളും ഒരു ചെറിയ കേക്ക് വാങ്ങിച്ചിട്ട് നമ്മളുടെ കയ്യിലഞ്ഞുള്ള എന്തെങ്കിലും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ വെച്ചിട്ട് ഭംഗിയാക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. നമ്മൾ എത്ര സിമ്പിളായിട്ടുള്ളൊരു കേക്ക് മതിയെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇവിടെ വാങ്ങിക്കുമ്പോൾ കേക്കിന് അത്യാവശ്യം റേറ്റ് ആവുന്നുണ്ട്. പിന്നെ അതും ഒന്നും കൂടി കസ്റ്റമൈസ് ചെയ്ത് വലിയൊരു കേക്ക് വാങ്ങിക്കുന്നതിനോട് കൂടുതൽ താല്പര്യമില്ല. അങ്ങനെ ഫുഡിൻ്റെ ടൈം ആയപ്പോൾ ഞാൻ തലേദിവസത്തെ കുറച്ച് വീഡിയോസാണ് കേട്ടോ ഈ കാണിക്കുന്നത്. തലേദിവസം തന്നെ മീൻ കറി റെഡിയാക്കി, പിന്നെ ബീഫ് കായിട്ട് വെച്ചു, പിന്നെ പോർക്ക് ഇറച്ചിയും കൂടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ തലേദിവസം റെഡിയാക്കി. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ചായയുടെ സമയമായി. അപ്പോൾ ചായക്കുള്ള സ്നാക്സ് ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് നമ്മളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇതാരാണ് ഒരാൾ ഇവിടെ സൈഡായി തുടങ്ങി, ഒരാൾ സൈഡാവാൻ റെഡി ആയിട്ടിരിക്കണു. അങ്ങനെ ഫുഡൊക്കെ കഴിക്കലും പിന്നെ ചായ കുടിക്കലും ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രോഗ്രാമൊക്കെ അവസാനിച്ചു. പക്ഷെ രണ്ടാളും ഉച്ചയ്ക്ക് നമ്മൾ സാധാരണ ഉറങ്ങാറുണ്ട്. അപ്പോൾ ആ ഉറക്കം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും വേഗം തന്നെ ഉറക്കമായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഇവരിപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം ഇനി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ ലേറ്റാവും. എണീക്കാൻ ലേറ്റായി കഴിഞ്ഞാൽ രാത്രിയിലത്തെ ഉറക്കത്തിൻ്റെ ടൈമും മാറും. പക്ഷെ നാളെ ക്ലാസ്സിൽ പോകണം, സ്കൂളിൽ പോകേണ്ട കാരണം നേരത്തെ എണീക്കേണ്ട കാരണം ഇപ്പോൾ ഉറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കുന്നത് ശരിയാവില്ല. വേണ്ട പിന്നെ വേഗം എണീപ്പിച്ചിട്ട് നമ്മൾ വെറുതെ ഒന്നും ഇവിടെ അടുത്ത് തന്നെ ഒരു പാർക്ക് വരെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിലും ആ കുറച്ച് സമയം കഴിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞ് ഫുഡ് കൊടുത്ത് പിന്നെ ഒരു 7-8 മണിക്ക് ഉറങ്ങിയാലും വലിയ കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ എണീക്കണത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി പാർക്കിലേക്ക് പോയിട്ട് കുറച്ച് നേരം അവിടുത്തെ കളികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നല്ല ഹാപ്പിയായി. എന്താ പറയുക, സാധനങ്ങളൊക്കെ കണ്ടപ്പോഴേ ഭയങ്കര സന്തോഷമായി. ഇതുപോലെ ടോയ്സും പിന്നെ കേക്കിൻ്റെ മേലെ ഒരു ചെറിയൊരു എലിഫൻറ്റിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ടോയ്സ് എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ടായിട്ട് നമുക്ക് അതിൻ്റെ ടൈമിൽ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് അതൊക്കെ കണ്ടപ്പോൾ ആള് നല്ല ഹാപ്പി. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. വലിയ അത്യാവശ്യം കുഴപ്പമില്ല, വലിയ സെലിബ്രേഷൻ ഒന്നും അല്ലെങ്കിലും എല്ലാം അങ്ങനെ നല്ല ഭംഗിയായിട്ട് നടന്നു. അമ്മയുടെ കൈ പിടിക്കണം, പിടിച്ചോ. പിന്നെ നമ്മൾ പാർക്കിലേക്ക് പോയത് വേറെ ഒന്നുകൊണ്ടല്ല, നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇവർ വേഗം കിടന്ന് ഉറങ്ങും. പക്ഷെ ആ നേരത്തെ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെ അവരുടെ ഒരു ടൈം ടേബിൾ മാറിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ പാർക്കിലേക്ക് പോയത്. പാർക്കിൽ പോയിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് കളിച്ചു. അങ്ങനെ അവർ പിന്നെ ആ ഒരു എന്താ പറയുക, കുറച്ച് നേരം നടന്ന് പിന്നെ ഇനി എന്താ ഫുഡ് കഴിച്ച് ഉറങ്ങിയാലും വലിയ പ്രശ്നമില്ല. പിന്നെ നാളെ ആ ഒരു സ്കൂളിലേക്ക് പോകുന്ന ടൈം ആകുമ്പോഴേ എണീക്കും. അപ്പോൾ കയ്യിൽ ബബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബബിൾസ് ആക്കാന്നുള്ളതാണ് പാർക്കിലേക്ക് വരാന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ പാർക്കിൽ കളിക്കാൻ പോകാന്നല്ല. അപ്പോൾ ഇത് പുതിയതായിട്ട് വാങ്ങിച്ചതായതുകൊണ്ട് ഒരാളുടെ ബബിൾസ് ആണെങ്കിൽ നല്ലോണം അതിന് വരുന്നുണ്ട്. ചേട്ടൻ്റെ ആണെങ്കിലും ബബിൾസ് ഇത്ര സ്പീഡിൽ കുറേ അധികം വരുന്നില്ല. അപ്പോൾ അതിനുള്ളൊരു അടിയായിരുന്നു അവിടെ ചെന്നപ്പോൾ. അങ്ങനെ കുറച്ച് നേരം അനിയത്തിയുടെ ബബിൾസ് ചേട്ടന് കൊടുക്കും, പിന്നെ അത് അനിയത്തി എടുക്കും. അങ്ങനെ മാറി മാറി അവരെന്നെ കളിച്ച് അത് എന്താ പറയുക, അത്യാവശ്യം കുറച്ച് നേരമൊക്കെ കളിച്ച് അവരെന്നെ മതിയായി ഇനി വീട്ടിൽ പോകുന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയപ്പോഴാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. മതി മതി ഇനി നെക്സ്റ്റ് ഡേ മൺഡേ സ്കൂളിലേക്ക് ചോക്ലേറ്റൊക്കെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനുള്ളത് നോക്കാനായിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചു. പിന്നെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാ കുട്ടികൾക്കും കൊടുക്കാനായിട്ട് ചെറിയൊരു നമ്മളുടെ ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ ഓരോ സ്റ്റോറി ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സ്റ്റോറി ബുക്കിൽ നമ്മുടെ പേരൊക്കെ എഴുതുന്ന പണിയിലായിരുന്നു. അങ്ങനെ ആ ബുക്സൊക്കെ റെഡിയാക്കി നാളെ കൊണ്ടുപോകാനുള്ള ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞങ്ങളുടെ ജോയുടെ ബർത്ത്ഡേ ഈ വർഷത്തെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് സെലിബ്രേറ്റ് ചെയ്തത്. ഈ ഒരു ബർത്ത്ഡേ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.